മക്കളെ, നാളെയാണ് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ക്ലാസ് 12 CBSE ഫിസിക്സിലെ അവസാനത്തെ എക്സാമിനേഷൻ നമ്മൾ നാളെ പടികേറാനായിട്ട് പോവുകയാണ്. ഈ ഒരു വർഷം നമ്മൾ പഠിച്ച നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് നമ്മൾ നാളെ എക്സാം ഹാളിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എക്സാമിനേഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ വറീഡാകേണ്ട കാര്യമില്ല. നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അത് മാത്രമായിരിക്കും നമ്മുടെ എക്സാമിനേഷന് വരുന്നത്. ആ ഒരു ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിൽ കയറുക. പിന്നെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മുഴുവൻ ഡെറിവേഷൻ പഠിച്ചു നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. എല്ലാ ഇക്വേഷനും ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പൊടിതട്ടി എടുക്കുക. കാരണം നമുക്കറിയാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ്റെ ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് വരുന്നത് നമുക്കറിയാം അസേർഷൻ റീസണും കേസ് സ്റ്റഡിയൊക്കെയാണ്. അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീട് നമ്മളെ കുഴപ്പിക്കുന്നത് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ വായിച്ചു നോക്കുക. തന്നിരിക്കുന്ന ഡേറ്റ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തെഴുതുക. അതിനുശേഷം അതുമായിട്ട് റിലേറ്റഡുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷനകത്ത് നിങ്ങളുടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യാൻ ഉള്ള പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവസാനം ആ ഇക്വേഷനകത്ത് നിങ്ങളുടെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, മുഴുവൻ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കാൽക്കുലേഷൻ നമ്മുടെ ഒത്തിരി സമയം പോകുന്നതായിരിക്കും. കാൽക്കുലേഷൻ ചിലപ്പോൾ 1/2 മാർക്കൊക്കെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷേ 1/2 മാർക്ക് കൊണ്ട് നമ്മളുടെ 5 മാർക്കിന് എസ്എ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾ എക്സാം ഹാളിൽ കയറാൻ നേരത്ത് നിങ്ങൾ കാമായിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷന് പോവുക. നിങ്ങൾ കൂളായിട്ട് എക്സാമിനേഷന് പോവുക. നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതാണോ ആ ക്വസ്റ്റ്യൻ മുതൽ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാടായിരിക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യനും പാടായിരിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യനും പാടായിരിക്കും. ഞാൻ പാടാകുമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ, നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ഉള്ള, നിങ്ങൾക്ക് 100% എനിക്കിത് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ, ആ ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ ഒരു പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങളെ എക്സാമിനേഷൻ വരത്തുള്ളൂ. ആ എക്സാം ഹാളിൽ കയറി ഇരിക്കുമ്പോൾ പേടി കൊണ്ടായിരിക്കും അതൊക്കെ മറന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നിങ്ങൾ വിട്ടുപോയ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എസ്എ ക്വസ്റ്റ്യന് പ്രാധാന്യം കൊടുക്കണം. എസ്എ ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്യുക, ഡെറിവേഷൻസ് ഉണ്ടായിരിക്കും. ആ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷൻ ആയിരിക്കും. ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഡെറിവേഷൻ ഡയറക്റ്റ് ഡിറൈവ് എന്ന് പറഞ്ഞ് തരില്ല. അതിന് പകരം ഒന്ന് കറക്റ്റായിട്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത്. പക്ഷേ എളുപ്പത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കാമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ ഇന്ന ഡെറിവേഷൻ ആണെന്ന് മനസ്സിലാവുകയും ആ ഡെറിവേഷൻ എഴുതി. കാരണം ഡെറിവേഷൻ നമുക്ക് മുഴുവൻ മാർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ന്യൂമറിക്കൽസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ന്യൂമറിക്കൽസിൻ്റെ അവസാനത്തെ ആൻസർ നിങ്ങൾ അവസാനം സമയമുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ഇടണം. ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ 1/2 മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പക്കയായിട്ട് നോക്കുക. പിന്നെ ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നമ്മുടെ മാരത്തോണൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സ്ലൈഡ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ സെറ്റാവുക. നന്നായിട്ട് കിടന്നുറങ്ങുക. ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം കിടന്നുറങ്ങുക. അതിനുശേഷം നാളെ അടിപൊളിയായിട്ട് മക്കളെ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. തകർത്തെഴുതുക. ഒന്നും പേടിക്കണ്ട മക്കളെ.